ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീരീസ് കിച്ചൺ. ഇന്ന് ഉണ്ടാക്കാൻ വന്നത് ചിക്കൻ കറിയാണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ സവാളയും തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. പിന്നെ പെരുംജീരകം 1 ടീസ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് എണ്ണയിൽ വഴണ്ട് വരട്ടെ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് വഴറ്റി എടുക്കുക. ബ്രൗൺ കളറൊന്നും വേണ്ട, വഴറ്റിയെടുക്കണം. പിന്നെ ഒരു ജാറിലേക്ക് ഞാൻ കൊപ്പര തേങ്ങ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് ഒതുക്കി വെക്കാം. അപ്പോൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഗ്രാമ്പും പട്ടയും ഏലക്കയും ഇട്ടിട്ട് നല്ലോണം അതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക. നല്ലോണം ചൂടായിന് അതെല്ലാം പൊട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടിട്ട് നല്ലോണം അതൊന്ന് നമുക്ക് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റാം കേട്ടോ. കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങ ഇവിടെ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം വറുത്തെടുത്തിട്ട് കുരുമുളകും അതിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നല്ലോണം വറുത്തെടുത്തു. അത് തണിഞ്ഞിട്ടുണ്ട്. ജാറിലേക്ക് ഇട്ടിട്ട് നൈസായിട്ട് അരച്ചിട്ട് വരാം. നൈസായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജാറിലേക്ക് ഇഞ്ചി, മല്ലി, തൈര്, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് അത് മല്ലിൻ്റെ തണ്ടുമ്പോൾ നല്ല മണമായിരിക്കും നമുക്കതൊന്ന് വഴറ്റുമ്പോൾ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ഇന്ന് അത് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന മല്ലിൻ്റെ തണ്ട് ഇതെല്ലാം വെളുത്തുള്ളി ഇഞ്ചിയും ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമ്മളതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം വഴറ്റിട്ട് കേട്ടോ. നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. അത് വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം അതൊന്ന് വഴറ്റി കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കടാ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചിക്കൻ കിട്ടുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ചാറും ഉണ്ടാവും. പിന്നെ അധികം തേങ്ങയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ മസാല നമ്മൾ തേങ്ങ വഴറ്റുമ്പോൾ അതിൽ വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മസാല മറ്റേതിൽ കൂടാണ്ട് തേങ്ങ വറുക്കുമ്പോൾ ഇട്ടില്ലേ, അതിൽ കൂടാണ്ട് ഇതിൽ വേറെ മസാലയാണ് ഇട്ടത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും നല്ലോണം അതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് നല്ലോണം കുറുകി നല്ല ടേസ്റ്റുള്ള ചിക്കൻ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഊറ്റി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചിക്കൻ വെള്ളം ഇറങ്ങാനുണ്ട്. പിന്നെ നമ്മൾ മസാല ആക്കി വെച്ചിട്ടില്ല, അരച്ച് വെച്ചിട്ടില്ല തേങ്ങ, അതിൻ്റെ ചാറ് കഴുകി ഒഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയും വെള്ളം ഉണ്ടാകും. നല്ലോണം മിക്സാക്കി കൊടുത്ത് നമ്മളെ മസാല എല്ലാം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് കുറച്ച് വെള്ളം പോലെ അതിന്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിക്കനിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ജാറ് കഴുകിയത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത്
നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഞാനിപ്പോൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്റ്റൗവിൽ. ഇപ്പോൾ നല്ലോണം തിളച്ച് ഇതാവുന്നുണ്ട്, കണ്ടില്ലേ. അടുപ്പത്ത് വെച്ച് കറിയാക്കുമ്പോൾ നല്ല വേറൊരു ടേസ്റ്റാണ് ചിക്കനായാലും എന്തായാലും അടുപ്പത്ത് വെക്കുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റല്ലേ. നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല ചിക്കൻ, ഇത് കുറച്ചൊരു ഇതുള്ളത് വേവുള്ള ചിക്കനാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഒരു ചിക്കൻ്റെ മസാല എല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയെല്ലാം മുറിച്ച് വെച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ നോക്കി എല്ലാവർക്കും താങ്ക്സ്.